ഹലോ ഫ്രണ്ട്സ്. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ലോഗിൻ സ്ക്രീനാണിത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഹോം സ്ക്രീൻ. ഇവിടെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഡെയിലി സെയിൽസ്, ഡെയിലി പർച്ചേസ്, അങ്ങനെയുള്ള റിപ്പോർട്ട്. അതുപോലെ തന്നെ നമുക്കൊരു പ്രൊഡക്റ്റ് പെട്ടെന്ന് തന്നെ നമുക്കിവിടെ ബാർകോഡ് അല്ലെങ്കിൽ ഐറ്റത്തിൻ്റെ പേര് വെച്ചിട്ട് നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബേസിക് സ്റ്റോക്ക്, അതിൻ്റെ പർച്ചേസ് റേറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ തന്നെ കിട്ടും. പിന്നെ നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ്, ടോട്ടൽ ഇൻകം എന്നുള്ള ഈ ഡീറ്റെയിൽസ് മൊത്തം ഒരു ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ തന്നെ ഒരു പെട്ടെന്ന് തന്നെ ഈ ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്കൊരു ചാർട്ട് റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഡാറ്റ ഒന്നും തന്നെ എൻ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എങ്ങനെ മൾട്ടി ലാംഗ്വേജ് എങ്ങനെ ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യുമെന്ന് നോക്കാം. അതിനു മുന്നേ നമുക്ക് ജസ്റ്റ് ഒരു ബേസിക് എന്തൊക്കെ സെറ്റിംഗ്സ് എന്നും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ജനറൽ ടാബിൽ വരുന്നതാണ് കമ്പനി ഡീറ്റെയിൽസ് ഫസ്റ്റ് ആദ്യമായിട്ട്. അപ്പോൾ ഈ കമ്പനി ഡീറ്റെയിൽസിൽ പറയുന്നത് നമ്മുടെ ഈ ഷോപ്പിൻ്റെ ലോഗോ, അതുപോലെ തന്നെ നമ്മുടെ കമ്പനി നെയിം, അഡ്രസ്സും മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മുടെ ഇൻവോയ്സ് പ്രിന്റിൽ വരുന്നത്. നമുക്ക് യൂസറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ട്, നമുക്ക് തന്നെ ഇവിടെ നിന്ന് ചെന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡാറ്റ തന്നെ നമ്മുടെ ഇൻവോയ്സ് ബില്ലിലും പ്രിന്റ് ആയി വരും. ഓക്കെ, പിന്നെ നമുക്ക് യൂസർ റോൾ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് മൾട്ടിപ്പിൾ റോൾസ് ക്രിയേറ്റ് ചെയ്യാം. അഡ്മിൻ, സെയിൽസ്മാൻ, പിന്നെ അതുപോലെ തന്നെ വേറെ ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള റോൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആ ഒരു റോളിന് നമുക്ക് വേണം എന്നുള്ളതും നമുക്കിവിടെ ടിക്കറ്റ് കൊടുക്കാം. അതായത് നമുക്കിപ്പോൾ സെയിൽസ്മാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സെയിൽസ്മാൻ ഇപ്പോൾ സെയിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അതുപോലെ തന്നെ എഡിറ്റ് സെയിൽസ് റേറ്റ്, സെയിൽസ് ഡിസ്കൗണ്ട്, ഈ സെയിൽസ് റേറ്റ് എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സെയിൽസ് ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ വേണം. ഈ സെയിൽസ്മാൻ വേണമെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് ടിക്കറ്റ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ എന്തൊക്കെ റിപ്പോർട്ട് കാണണം, ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്റ്റോക്ക്, സീറോ സ്റ്റോക്ക് വേണോ, സ്റ്റോക്ക് സീറോ ആയാലും ഈ ഒരു സെയിൽ എൻട്രി ചെയ്യാൻ അതിനുള്ള പെർമിഷൻ വേണോ എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ സ്ക്രീനിൻ്റെയും നമുക്ക് ആക്സസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് യൂസർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെയിൽസ്മാൻ എന്നുള്ള റോള് നമുക്ക് ഏതാണ് റോള് നമുക്കിവിടെ ആ റോൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ഡാറ്റാബേസ് ബാക്കപ്പ്, റീസ്റ്റോർ, പിന്നെ നമുക്ക് മാസ്റ്ററിലാണ് നമുക്ക് ഐറ്റം ക്രിയേഷൻ, അതുപോലെ തന്നെ യൂണിറ്റ്, സപ്ലയർ, കസ്റ്റമർ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്. പിന്നെ അക്കൗണ്ട്സിൽ നമുക്ക് ലെഡ്ജറും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻവെന്ററിയിൽ പോകുന്ന നമുക്ക് സ്റ്റോക്ക് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ, പിന്നെ ബാർകോഡ് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ ഐറ്റം റീപാക്കിംഗ്, അതുപോലെ തന്നെ ഐറ്റം പ്രൊഡക്ഷൻ, എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ നമ്മുടെ കമ്പനിയിൽ നടക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഈ ഒരു പ്രൊഡക്ഷൻ വെച്ച് നമുക്ക് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഐറ്റം ഡാമേജ് അല്ലെങ്കിൽ എക്സ്പയർഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ജസ്റ്റ് മാനേജ് ചെയ്തിട്ട് അതിൻ്റെ ഏതാണോ നമുക്ക് സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടും. ഡാമേജ്, റീപ്ലേസ്ഡ്, എക്സ്പയർഡ് എന്നിങ്ങനെ 3 സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ട്രാൻസാക്ഷനിലാണ് നമ്മുടെ പർച്ചേസ്, സെയിൽസ് പോസ്. സെയിൽസിന് തന്നെ നമുക്ക് 3 വിൻഡോ ഉണ്ട്. അതായത് സെയിൽസ് റീറ്റെയിൽ ഷോപ്പിനൊക്കെ വേണ്ടിയിട്ട്, പിന്നെ സെയിൽസ് പോസ്, അതായത് നമുക്ക് സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോ ഉണ്ട്. പിന്നെ നമുക്ക് റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ടുള്ള സെയിൽസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇതിൽ നമുക്ക് ടച്ച് ഇൻ്റർഫേസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. യൂസ് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിരിക്കും. അത് നമുക്ക് ജസ്റ്റ് മൗസിൻ്റെ ഉപയോഗം വേണ്ടി വരില്ല. നമുക്ക് ഐറ്റം ജസ്റ്റ് ടച്ച് ചെയ്ത് നമുക്ക് ഐറ്റത്തിന് നമുക്ക് ഇമേജ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഐറ്റവും അതുപോലെ തന്നെ ഗ്രൂപ്പിനും അതുപോലെ തന്നെ ഇമേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നോർമൽ KOT പ്രിന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് പർച്ചേസ്, സെയിൽസ് റിട്ടേൺ, അതുപോലെ തന്നെ കൊട്ടേഷൻ, റെസീപ്റ്റ്, പേയ്മെന്റ്സ്, പിന്നെ ജേണൽ, സർവീസ്. നമ്മുടെ എന്തെങ്കിലും ഷോപ്പിൽ എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ജസ്റ്റ് എൻ്റർ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഓഫേഴ്സ് മാനേജ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഓഫേഴ്സ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഷോപ്പിലെ നമ്മുടെ കമ്പനിയുടെ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അവരുടെ സാലറി കാര്യങ്ങളൊക്കെ നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനും കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാ റിപ്പോർട്ട്സും, അതായത് പർച്ചേസ്, സെയിൽസിൻ്റെ തന്നെ ഒരുപാട് റിപ്പോർട്ട്സ് ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, പിന്നെ കൊട്ടേഷൻ, ഇൻവെൻട്രി, പിന്നെ ട്രാൻസാക്ഷൻസ്, ജനറൽ, സെയിൽസ് ചാർട്ട്, ഒരു മന്ത്ലി നമുക്ക് ഡേറ്റ് വൈസ് ഒരു ചാർട്ട് റെപ്രസെൻറ്റേഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. എല്ലാ റിപ്പോർട്ടും നമുക്ക് ഫ്രം ഡേ ടു ഡേറ്റ് വെച്ച് നമുക്ക് സെർച്ച് ചെയ്ത റിപ്പോർട്ട് കാണാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് സെറ്റിംഗ്സ് ടാബിലേക്ക് പോയി ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഉണ്ട്. ഇവിടെ നമുക്ക് ട്രയൽ ബാലൻസ്, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ ബാലൻസ് ഷീറ്റ്, ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെറ്റിംഗ്സ് ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റാബേസ് ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ട് നമുക്ക് ഡയറക്ടറീസിലേക്ക് നമുക്ക് ഡാറ്റാബേസ് ബാക്കപ്പ് ചെയ്യാം. രണ്ട്
ഫോൾഡറിലേക്ക്, അതായത് നമുക്കൊരു ഫോൾഡർ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും ഒരു ഡ്രൈവും അതുപോലെ തന്നെ രണ്ടാമത്തെ പാത്ത് നമുക്കൊരു ഒരു പെൻ ഡ്രൈവ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാൽ തന്നെ നമുക്ക് നമ്മുടെ പെൻ ഡ്രൈവിൽ ഡാറ്റാബേസ് ബാക്കപ്പ് ഉണ്ടോ, അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഈസി ആയിട്ട് റീസ്റ്റോർ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ടാക്സിൻ്റെ സെറ്റിങ്സ്, പിന്നെ നമുക്ക് മൾട്ടിപ്പിൾ തീംസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അതിനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മൾട്ടി ലാംഗ്വേജ് എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓട്ടോ ലാംഗ്വേജ് ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഏതാണ് നമുക്ക് ലാംഗ്വേജ് വേണ്ടത് അത് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അറബിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പുതിയതായിട്ടൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഈ സ്റ്റോക്ക് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ന്യൂ ബട്ടൺ ഉണ്ട് ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ നമുക്ക് ജസ്റ്റ് ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. ഐറ്റം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ഗ്രീൻ ചില്ലി കൊടുക്കുകയാണ്. ഓക്കെ, അതിൻ്റെ നമുക്കിവിടെ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്നെങ്കിൽ നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളവിടെ അറബിക്ക് സെറ്റ് ചെയ്ത് ആ ഒരു അറബിക് നെയിം നമുക്കിവിടെ ഡിസ്പ്ലേ ആവും. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റം നെയിം എൻ്റർ ചെയ്തതിന് ശേഷം ജസ്റ്റ് കൺട്രോൾ ടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് മൗസിൻ്റെ ഉപയോഗം നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. മൗസ് ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. നമുക്ക് ജസ്റ്റ് കീബോർഡിൽ തന്നെ എൻ്റർ ചെയ്ത് പോകാവുന്നതാണ്. പിന്നെ നമുക്ക് ഗ്രൂപ്പ് നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം, വെജിറ്റബിൾസ്. പിന്നെ ജസ്റ്റ് സെയിൽസ് റേറ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് നമുക്ക് ഏതാണോ ഐറ്റം നെയിമിൽ നമ്മുടെ ഇൻവോയ്സ് ബില്ലിൽ ഐറ്റം നെയിം അല്ലെങ്കിൽ ഈ നേറ്റീവ് ലാംഗ്വേജ് ആണ് ഏതാണോ പ്രിന്റ് വരുന്നത് നമുക്ക് ഇവിടെ ഒരു സെറ്റിംഗ്സ് ഉണ്ട്, പ്രിന്റ് നേറ്റീവ് ലാംഗ്വേജ്. ഇത് നമുക്ക് ജസ്റ്റ് ടിക്കറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ അറബിക് നെയിം നമുക്ക് ജസ്റ്റ് പ്രിന്റിൽ വരുന്നതായിരിക്കും. ഓക്കെ, ഇത് സേവ് ചെയ്യാം. നമുക്കൊരു ഐറ്റം കൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കൺട്രോൾ ടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അതിൻ്റെ അറബിക് നെയിം കിട്ടും. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ലാംഗ്വേജ് മാറ്റി നമുക്ക് വേറൊരു ലാംഗ്വേജ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ജസ്റ്റ് കൺട്രോൾ ടി പ്രസ് ചെയ്യുക. അപ്പം അതിൻ്റെ മലയാളം വേർഡ് നമുക്ക് ഇവിടെ പ്രിൻ്റ് ആയി കിട്ടും. പിന്നെ നമുക്ക് ഗ്രൂപ്പ് നമ്മുടെ വെജിറ്റബിൾസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. റേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പർച്ചേസ് റേറ്റ് നമുക്കിവിടെ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ നമുക്ക് പ്രിന്റ് നേറ്റീവ് ലാംഗ്വേജ് ടിക്ക് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, നമുക്കൊരു ഐറ്റം കൂടി ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിന് നമുക്ക് ലാംഗ്വേജ് മാറ്റി കൊടുക്കാം. നമുക്ക് വേറെ ലാംഗ്വേജ് യൂസ് ചെയ്യാം. ജസ്റ്റ് ഇപ്പോൾ ഹിന്ദി സെലക്ട് ചെയ്യാം. നമുക്ക് ഇതുപോലെ തന്നെ ഈ സ്റ്റോക്ക് ഡീറ്റെയിൽസിൽ പോയിട്ട് ഐറ്റം എടുക്കാം, ഐറ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാസ്റ്റർ ടാബിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഐറ്റത്തിൻ്റെ ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഐറ്റം ഗ്രൂപ്പ്, കാറ്റഗറി, ബ്രാൻഡ് എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സേവ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ നമുക്ക് ന്യൂ ഐറ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് ജസ്റ്റ് നമുക്കൊരു ഐറ്റം നെയിം നമുക്ക് ക്യാബേജ് കൊടുത്തു. ഓക്കെ, അതിലിപ്പോൾ ഹിന്ദി നെയിം അതിൻ്റെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ആയി വരുന്നതാണ്. നമുക്ക് ജസ്റ്റ് പുറകോട്ട് പോകണമെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ടാബ് പ്രസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്ക്വേർഡ് നമ്മുടെ കേഴ്സർ പോകുന്നതാണ്. ഇവിടെ നമുക്ക് ഗ്രൂപ്പ് നെയിം സെലക്ട് ചെയ്ത് കൊടുക്കാം, അടിച്ച് പോവാം. അതിൻ്റെ നമുക്കൊരു റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിന് നമുക്ക് പർച്ചേസ് റേറ്റ് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ നമുക്ക് പ്രിന്റ് നേറ്റീവ് ലാംഗ്വേജ് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 1000 ഐറ്റം സേവ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഐറ്റത്തിന് ഇമേജ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതും കൂടി നമുക്ക് നോക്കാം. ജസ്റ്റ് ഈ ഒരു ഇമേജ് ടാബ് ഇവിടെ ഒരു ഇമേജിന് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇമേജ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇമേജ് നമുക്ക് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഗ്രീൻ ചില്ലിക്ക് ഒരു ഇമേജ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇത്ര ഐറ്റംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റോക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ ട്രാൻസാക്ഷനിലേക്ക് വരും. ഇവിടെ പർച്ചേസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്കൊരു ഫസ്റ്റ് സപ്ലയർ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ പർച്ചേസിന് രണ്ട് രീതിയിൽ ചെയ്യാം, ഒന്നെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ക്രെഡിറ്റ്. നമുക്ക് ക്രെഡിറ്റിൽ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഐറ്റം കോഡിൽ വെച്ച് ബാർകോഡ് സ്കാൻ ചെയ്താൽ നമുക്കൊരു ഐറ്റം അവിടെ ലിസ്റ്റ് ആവും. അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഇവിടെ നമുക്ക് ആക്റ്റീവ് ആയിട്ട് നമ്മൾ ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുക. ഇവിടുന്ന് ഐറ്റത്തിൻ്റെ പേര് നമ്മൾ സെർച്ച് ചെയ്യുക. നമ്മുടെ കീബോർഡിൽ ജസ്റ്റ് ആരൊക്കെ യൂസ് ചെയ്ത ഐറ്റം സെലക്ട് ആയതിനു ശേഷം നമ്മൾ എൻ്റർ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഐറ്റം നമുക്ക് സെലക്ട് ആയി കിട്ടും. അപ്പോൾ ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അത് കൊടുക്കുക. പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ 50 വന്നിട്ടുണ്ട്. അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഐറ്റംസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് മൗസിൻ്റെ ഉപയോഗമില്ലാതെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഐറ്റം നമ്മൾ സേവ് ചെയ്തെടുക്കാം. ഇതിന് നമ്മൾ പർച്ചേസ് റേറ്റ് കൊടുത്തില്ല, അതുകൊണ്ട് റേറ്റ് വന്നിട്ടില്ല. അപ്പോൾ നമുക്കൊരു പർച്ചേസ് റേറ്റ് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഇവിടെ കാണുന്ന ഒരു കോളംസ്, ഏതൊക്കെ കോളംസ് നമുക്ക് വേണമെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കാം. അതാണ് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് യൂസേഴ്സ് കസ്റ്റമേഴ്സിന് ആവശ്യമായ കോളംസ് മാത്രം നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സേവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രിന്റർ സെറ്റിംഗ്സ് എന്താണെന്ന് നോക്കാം. പ്രിന്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ സെറ്റിംഗ്സിൽ നമുക്കിവിടെ പ്രിന്റർ ടാബിലേക്ക് വരിക. അതുപോലെ നമ്മുടെ കറൻസി കോഡും ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രിന്ററിലേക്ക് വരിക. സെർവർ ഏതാണോ ടെർമിനൽ സെലക്ട് ചെയ്യുക. സെയിൽസ് ബിൽ സെലക്ട് ചെയ്യുക. ഇവിടെ A4 ആണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് A4 അതുപോലെ തന്നെ ഡോട്ട് മാട്രിക്സ് അതല്ലെങ്കിൽ ATMM അങ്ങനെ ഒരുപാട് ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് A4 സെലക്ട് ചെയ്യാം. അതിൻ്റെ ടെംപ്ലേറ്റ് 1 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. A4ൽ തന്നെ നമുക്ക് A4 ഫുൾ അല്ലെങ്കിൽ A4 ഹാഫ് അങ്ങനെ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് A4 ഹാഫ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു സെയിൽ എൻട്രി ചെയ്യാം. സെയിൽ എൻട്രി ചെയ്യാൻ വേണ്ടി നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു നോർമൽ സെയിൽസ് എൻട്രി, ഇതല്ലാതെ നമുക്ക് സെയിൽസ് പോസ് ഉണ്ട്. അതായത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കുറച്ച് ടച്ച് ഇൻ്റർഫേസ് ഒക്കെ ആണെങ്കിൽ നമുക്കിത് വളരെ ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൽ നമുക്ക് ഇവിടെ വെച്ച് ബാർകോഡ് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു കോളത്തിൽ വെച്ചിട്ട് ബാർകോഡ് റീഡ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും നമുക്ക് നമ്മുടെ എളുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു ഐറ്റം കോഡിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഐറ്റത്തിൻ്റെ ലിസ്റ്റ് കിട്ടും. ഇവിടെ നമുക്ക് ഒരുപാട് ഐറ്റത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് കാണാമെന്നുള്ളത് നമുക്ക് ഇവിടെ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഐറ്റംസ് ഒക്കെ നമുക്ക് ഒന്ന് സേവ് ചെയ്യാം. ഗ്രീൻ ചില്ലി നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഗ്രീൻ ചില്ലി, അതുപോലെ തന്നെ ജസ്റ്റ് ക്യാബേജ്, ഈ ഒരു ഐറ്റംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഐറ്റംസ് കൂടി ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ടിപ്പോൾ നമ്മൾ Ctrl P പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പ്രിൻ്റ് ആയി കിട്ടും. ഇവിടെ ഈ പ്രിന്റ് എന്നുള്ളൊരു ഫോൾഡറിലേക്ക് നമുക്കിപ്പോൾ PDF പ്രിൻ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് PDF ഔട്ട്പുട്ട് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ സേവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഫോൾഡറിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കിവിടെ ആ ഒരു PDF സേവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇവിടെ നമുക്ക് കാണാം നമ്മളിപ്പോൾ സേവ് ചെയ്തിട്ടുള്ള നേറ്റീവ് ലാംഗ്വേജ് ഒക്കെ ഇവിടെ പ്രിൻ്റ് ആയി വന്നിട്ടുണ്ട്. അറബിക്ക്, അതുപോലെ തന്നെ ഹിന്ദി, മലയാളം. പിന്നെ നമ്മൾ നേറ്റീവ് ലാംഗ്വേജ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് എന്താണോ അത് നമുക്ക് പ്രിന്റിൽ വരുന്നതാണ്. നമുക്ക് ഇവിടെ കാണുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കമ്പനി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ പ്രിന്റ് ആയി വരുന്നത്. അത് നമ്മുടെ കസ്റ്റമേഴ്സിന് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിപ്പോൾ A4ൻ്റെ ഹാഫ് സൈസ് ആണ്. A4 ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്തിട്ട് A4 യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിന്റ് ഫോർമാറ്റാണിത്. പിന്നെ പറയുമ്പോൾ നമുക്ക് സെയിൽസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ പറയുമ്പോൾ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത ഐറ്റംസ് നമുക്ക് ഈ ഒരു വെജിറ്റബിൾസ് എന്നുള്ള ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിലും വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ജസ്റ്റ് ഐറ്റം ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്.
അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ജസ്റ്റ് ഐറ്റം സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്വാണ്ടിറ്റി എത്രയാണോ അത് കൊടുക്കാം, റേറ്റ് വേണമെങ്കിൽ റേറ്റ് എഡിറ്റ് ചെയ്യാം. ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റം ഈ ഒരു ടേബിളിലേക്ക് ആഡ് ആയി കിട്ടും. ഓക്കെ, പിന്നെ നമ്മുടെ മെയിനായിട്ട് പറയാൻ നമ്മുടെ സെറ്റിംഗ്സ് ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കോസ്റ്റ് വാലിഡേഷൻ വേണം. അതായത് ഈ വാലിഡേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സെയിൽസ് പ്രോഫിറ്റ് ഉണ്ടോ അതോ നഷ്ടത്തിലാണോ സെയിൽ ചെയ്യുന്നത് എന്നുള്ള ഒരു വാലിഡേഷൻ നമുക്ക് കാണിക്കാൻ പറ്റും. പിന്നെ അങ്ങനെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട് നമുക്ക്. പിന്നെ മൊബൈലിൻ്റെ ഒരു ടാബ് ഉണ്ട്. മൊബൈൽ ടാബിൽ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് ഒക്കെ നമുക്ക് ഇവിടെ സെറ്റ് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് സിങ്ക് ചെയ്യേണ്ടതെന്നുള്ളത്, അത് മാനുവൽ സിങ്കിങ് മതിയെങ്കിൽ നമുക്ക് മാനുവൽ സിങ്കിങ് കൊടുക്കാം. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം നമുക്കിവിടെ ജസ്റ്റ് സിങ്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ നമുക്ക് ഒരു ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് ഇത് സിങ്ക് ആയി കിട്ടും. നമുക്ക് നെറ്റ് കണക്ഷൻ അവൈലബിൾ ആവുന്ന ഒരു സമയം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു സെക്കൻഡ്സ് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ എത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.